അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. തെരഞ്ഞെടുപ്പിന് മുമ്പും ശേഷവും ഒരു സന്നിധി മന്ത്രിമാരെ കൊണ്ട് നിറഞ്ഞ സന്നിധിയായിരുന്നു. എല്ലാവർക്കും അറിയാം അത് ആരുടെ സന്നിധിയാണ് എന്ന്. ആരും അല്ല, സുൽത്താനുൽ ഉലമ കാന്തപുരം ഉസ്താദിൻ്റെ സന്നിധിയാണ്. ഏത് പാർട്ടിക്കാരായാലും കാന്തപുരം ഉസ്താദിൻ്റെ അംഗീകരിക്കാത്തവരായില്ല. കാരണം കാന്തപുരത്തിൻ്റെ ആശയം മനുഷ്യർക്കൊപ്പം മനുഷ്യർക്ക് നന്മ ചെയ്യുക എന്നുള്ളത്. അത് വെറും പ്രസ്താവനയിൽ ഒതുങ്ങുന്ന ഒരു വിഷയമല്ല. അത് അവിടുത്തെ ജീവിതത്തിലും പ്രവർത്തനത്തിലും അണികളെ കാണിച്ചു കൊടുത്തുകൊണ്ട് അത് ഈ ലോകത്തിൻ്റെ മുമ്പിൽ സൂര്യവെളിച്ചം പോലെ വ്യക്തമായ സംഭവങ്ങളാണ്. അതാണ് സുൽത്താനുൽ ഉലമ എന്ന മഹാൻ. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകുമാറാകട്ടെ. ആ ഉസ്താദിന് ഇത്ര അംഗീകാരം കേരളത്തിൽ മാത്രമല്ല, ഇപ്പോൾ കേരളത്തിൽ മുഖ്യമന്ത്രിയോ അതുപോലെ തന്നെ മന്ത്രിമാരോ, കഴിഞ്ഞ പ്രാവശ്യം മന്ത്രിമാരായവർ ഈ വർഷം MLA പോലും ആവാത്തവരുണ്ട്. അപ്പോൾ ഒരിക്കൽ മന്ത്രിയാവും, പിന്നൊരിക്കൽ ഒന്നുമല്ലാതെയാവും. അങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ. എന്നാൽ കാന്തപുരം ഉസ്താദ് എന്നും ഒരു മന്ത്രിയെക്കാളും ഒരു പ്രധാനമന്ത്രിയെക്കാളും എല്ലാവരെക്കാളും അല്ലാഹു തആല മഹത്വം നൽകിയിട്ടുണ്ട്. അത് എന്തിൻ്റെ പവറാണ് എന്ന് ചോദിച്ചാൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇൽമിൻ്റെ വിറാസത്താണ്. അല്ലാഹുവിൻ്റെ ഇൽമിൻ്റെ, അതായത് അമ്പിയാക്കളുടെ അനന്തരമായ ഇൽമിന് സേവനം ചെയ്തു. ഇപ്പോഴും സ്വഹീഹുൽ ബുഖാരിയും അതുപോലെ തന്നെ മറ്റു വലിയ വലിയ ഗ്രന്ഥങ്ങളും ആയിരക്കണക്കിന് വലിയ വലിയ പണ്ഡിതന്മാർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുന്നു. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല അത് തുടരാനുള്ള ആഫിയത്ത് നൽകി ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ നേതൃത്വം നമുക്ക് സന്തോഷമാണ്, ആവേശമാണ്. ആ നേതൃത്വത്തിന് വേണ്ടി നാം സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അവിടുത്തെ ആഫിയത്തിന് വേണ്ടിയും ദീർഘായുസിന് വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ അഭിമാനമാണ് ഉസ്താദ്. ആ ഉസ്താദിൻ്റെ അരികിൽ ആശീർവാദം വാങ്ങാതെ മന്ത്രിമാർ നാം കാണുന്നില്ല. എല്ലാവരും വന്ന് തെരഞ്ഞെടുപ്പിന് കുറേ കാലം മുമ്പ് എന്തെങ്കിലും പറഞ്ഞവരാണെങ്കിൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉസ്താദിൻ്റെ അരികിൽ വന്ന് ഉസ്താദിൻ്റെ അടുത്ത് പ്രാർത്ഥന വാങ്ങി പോകുന്നവരാണ്. പലരും അങ്ങനെ പോയി അവർ വിജയിച്ചു വന്നു. പലരോടും ഉസ്താദ് പറഞ്ഞു, നീ ഇനി മന്ത്രിയായിട്ട് തിരിച്ചു വന്നോ എന്ന് പറഞ്ഞത് നാം കണ്ടതാണ്. അവർ ഇപ്പോൾ വലിയൊരു മന്ത്രിസ്ഥാനത്ത് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉസ്താദിൻ്റെ ആ വിഷയത്തിനെ ചില ആളുകൾ വ്യാജ വാർത്തകൾ ഇട്ടുകൊണ്ട് അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ ആരും പെട്ടുപോകരുത്. ഉസ്താദിൻ്റെ ആ നിയമം എന്നുള്ളത് ഉസ്താദ് പ്രത്യേകമായ ഒരു സംഘത്തിനെ, പ്രത്യേകമായ ഒരു പാർട്ടിയെ അനുകൂലിക്കുന്ന ഒരു അവസ്ഥ അല്ല. മറിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ആരാണോ ഉള്ളത് അവരെ അനുകൂലിക്കാൻ വേണ്ടിയുള്ള വിഷയത്തിലാണുള്ളത്. അതാണ് മനുഷ്യർക്കൊപ്പം ആരുണ്ട് അവരോടൊപ്പം നമ്മളുണ്ട് എന്നതിലേക്കാണ് ഉസ്താദിൻ്റെ ആ ഒരു തീരുമാനവും ആ വിഷയങ്ങളും. അത് അനുയായികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകുന്നുണ്ട്. ചില ആളുകൾ ഉസ്താദിൻ്റെ മഹത്വം അറിഞ്ഞുകൊണ്ട് ഉസ്താദിനെ പല നിലക്കും ഉസ്താദിനെ വിമർശിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ വിമർശകരെല്ലാം അവസാനം തോറ്റ് പോവുകയാണ്. ഉസ്താദ് എന്നും ജയിച്ചിട്ടേ ഉള്ളൂ. ആ ഉസ്താദിൻ്റെ കൂടെ നമുക്കും അല്ലാഹു തആല ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ അഭിമാനമാണ് ഉസ്താദ്. എന്നും അവിടത്തേക്ക് നാം പ്രാർത്ഥിക്കണം. അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു